നമസ്കാരം, ഞാൻ ഡോക്ടർ രമ്യ. ഫിസിക്കൽ മെഡിസിൻ റീഹാബിലിറ്റേഷൻ വിഭാഗത്തിലെ കൺസൾട്ടന്റ് ആയിട്ട് രാജഗിരി ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു. ഈ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ കഴുത്തുവേദനയും നടുവേദനയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നൽകാവുന്ന ചികിത്സാ രീതികളെ കുറിച്ചെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുകയുണ്ടായി. ഈ ഒരു എപ്പിസോഡിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചികിത്സാ രീതിക്ക് ഉപരിയായിട്ട് അത് നമ്മുടെ ദിനചര്യയുടെ ഒരു ഭാഗമായിട്ട് മാറേണ്ട ഒരു കാര്യമാണ് സ്ട്രെച്ചസ് അഥവാ സ്ട്രെച്ചിങ് എക്സർസൈസുകൾ. നടുവേദനയും കഴുത്തുവേദനയും ഒക്കെ ഉണ്ടാകുമ്പോൾ മസിൽസിന് ഒരുപാട് സ്പാസം പിടിച്ചു കിടക്കുന്ന അവസ്ഥയുണ്ടാവും. അല്ലെങ്കിൽ കുറച്ച് സമയത്തെ ഇരിപ്പിനോ നടത്തത്തിനോ ശേഷം ഒരു സ്ട്രെയിനിന് ശേഷം ഈ ഒരു സ്പാസത്തിലേക്ക് പോകുന്ന അവസ്ഥയുണ്ടാവാം. അപ്പോ ഈ ഒരു സ്ട്രെച്ചിങ് എക്സർസൈസുകൾ വളരെയധികം നമ്മളെ ഹെൽപ്പ് ചെയ്യും. അത് ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂസ് ആക്ടിവിറ്റി ചെയ്യുന്നതിന് മുൻപും ചെയ്യാം. ഒരു തുടർച്ചയായി കുറച്ച് സമയം നമ്മൾ സ്ട്രെയിനിൽ നടുവിനും കഴുത്തിനുമെല്ലാം സ്ട്രെയിൻ ആവുന്ന ഒരു ആക്ടിവിറ്റി ചെയ്താൽ അതിനുശേഷവും നമുക്ക് ഈ ഒരു സ്ട്രെച്ചസ് ഇടയ്ക്ക് കൊടുക്കാവുന്നതാണ്. ഇതെങ്ങനെയെല്ലാം ചെയ്യാമെന്നും കഴുത്തിനും നടുവിനുമെല്ലാം ഈ ഒരു സ്ട്രെച്ചിങ് എക്സർസൈസ് എങ്ങനെ കൊടുക്കാമെന്നും നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണാം. കഴുത്തിന്റെ മസിലുകളുടെ വ്യായാമത്തില് തുടക്കത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടും ആദ്യമായിട്ട് നമ്മൾ പറയുന്നത് നെക്കിന്റെ റേഞ്ച് എക്സർസൈസുകളാണ്. റേഞ്ച് എക്സർസൈസസിൽ ആദ്യമായിട്ട് കഴുത്ത് ഫ്ലെക്ഷൻ മുന്നോട്ട് കുനിയുന്നു. നമ്മളൊരു 10 സെക്കൻഡ്സ് മനസ്സിലെണ്ണി ഹോൾഡ് ചെയ്യുന്നു. തല നേരെ വെക്കുന്നു. അതിനുശേഷം എക്സ്റ്റൻഷൻ, കഴുത്ത് പിന്നിലേക്ക് മറച്ച് പിടിക്കുന്നു. 10 സെക്കൻഡ് മനസ്സിലെണ്ണി ഹോൾഡ് ചെയ്യുന്നു. നേരെ വെക്കുന്നു. അതിനുശേഷം ലാറ്ററൽ ഫ്ലെക്ഷൻ, അത് ഇടത്തോട്ടും അതുപോലെ തന്നെ വലത് വശത്തേക്കും. ഓരോന്നിനും 10 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ കഴുത്തിന്റെ റൊട്ടേഷൻ മൂവ്മെന്റ്സിൽ കഴുത്ത് പറ്റാവുന്ന റേഞ്ചോളം തിരിച്ച് നമ്മൾ കൊടുക്കുന്നു, വലത്തോട്ടും ഇടത്തോട്ടും. അപ്പോൾ പെയിൻ ഫ്രീ ലിമിറ്റ് വരെയാണ് നമ്മളിത് ചെയ്യേണ്ടത്. ഏതെങ്കിലും ഒരു പ്രത്യേക പോയിന്റിൽ എത്തുമ്പോൾ നമുക്ക് തീവ്രമായ വേദന അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ആ ഒരു പോയിന്റ് വരെ ജോയിന്റ് അനക്കുക. ഒത്തിരി ഫോഴ്സ് ചെയ്ത് ആ ഒരു റേഞ്ച് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക. പെയിൻ ഫ്രീ ലിമിറ്റ് വരെയും റേഞ്ച് എക്സസൈസസ് നമുക്ക് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് കഴുത്തിന്റെ ശക്തീകരണം, സ്ട്രെങ്തനിങ് എക്സസൈസസ്. അതിൽ പ്രധാനമായിട്ടും നെക്ക് ഫ്ലെക്സേഴ്സ്, കഴുത്തിന്റെ മുൻഭാഗത്തുള്ള ഈ മസിലുകൾക്ക് ശക്തി കൊടുക്കാനായിട്ട് നമ്മൾ കൈകൾ കൊണ്ട് നെറ്റിയിൽ അമർത്തുന്നു. അതായത് കഴുത്ത് മുന്നോട്ട് കുനിക്കാൻ ശ്രമിക്കുന്നു, കുനിയാതിരിക്കാൻ കൈവച്ച് തടയുന്നു. ആ രീതിയിൽ നെറ്റിയിലേക്ക് അമർത്തി ഫോഴ്സ് കൊടുക്കുകയാണ്. കഴുത്തിന്റെ മുൻവശത്തുള്ള മസിലുകളെയാണ് ശക്തിപ്പെടുത്തുന്നത്. ഒരു 10 സെക്കൻഡോളം നമ്മൾ ആ രീതിയിൽ ഹോൾഡ് ചെയ്യുന്നു. കഴുത്തിന്റെ മസിലുകളിലേക്കുള്ള രക്ത ഓട്ടം ഒക്കെ, ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ വർദ്ധിക്കാനായിട്ട് ധാരാളം ഹെൽപ്പ് ചെയ്യുന്ന ഒരു എക്സസൈസ് ആണ്. അതുപോലെ തന്നെ കഴുത്തിന്റെ എക്സ്റ്റൻസേഴ്സ്, ബാക്കിലുള്ള മസിലുകളിലേക്ക് കഴുത്ത് പിന്നോട്ട് മടക്കാൻ ശ്രമിക്കുന്നു. പിന്നോട്ട് മടങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൈവച്ച് തടയുന്നു. അതും ഒരു 10 സെക്കൻഡ് നമ്മൾ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നു. അതുപോലെ വശങ്ങളിലേക്ക്, ഇപ്പോൾ വലതുവശത്തേക്കുള്ള മസിൽസ്, അത് വലതുവശത്തേക്ക് നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നു, മടങ്ങാതിരിക്കാൻ കൈവച്ച് തടയുന്നു. അതുപോലെ തന്നെ ഇടതുവശത്തേക്കും തല മടക്കാൻ ശ്രമിക്കുന്നു, മടക്കാതിരിക്കാൻ കൈവച്ച് തടയുന്നു. ഇത്രയുമാണ് റേഞ്ചും സ്ട്രെങ്തനിങ് എക്സർസൈസ് ഗ്രൂപ്പിൽ വരുന്നത്. ഇനി കഴുത്തിന്റെ മസിൽസിന്റെ സ്ട്രെച്ചിങ് എക്സർസൈസ് രീതികൾ കാണാം. വളരെയധികം നമ്മളുടെ കഴുത്തിന്റെ സ്റ്റിഫ്നെസ് കുറയാനും നമ്മുടെ പോസ്റ്റർ എല്ലാം കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ് സ്ട്രെച്ചിങ് എക്സർസൈസ്. അപ്പൊ കഴുത്തിന്റെ മുൻഭാഗത്തുള്ള മസിലാണ് സ്റ്റേർണോക്ലീഡോമാസ്റ്റോയിഡ് മസിൽ, മുൻഭാഗത്തെ മസിലാണ്. അതിന്റെ സ്ട്രെച്ചിങ് എങ്ങനെയാണെന്ന് വെച്ചാൽ, വലതുവശത്തെ സ്റ്റേർണോക്ലീഡോമാസ്റ്റോയിഡിന് സ്ട്രെച്ചിങ് കിട്ടുന്നതിനായി തല നന്നായി ആ വശത്തേക്ക് ചരിച്ച് പിടിക്കുന്നു. എന്നിട്ട് പയ്യെ താടി ഉയർത്തി സ്ട്രെച്ചിങ് കൊടുക്കുന്നു. ഒരു 10 സെക്കൻഡ് ആ പൊസിഷനിൽ നമുക്ക് ഹോൾഡ് ചെയ്ത് പിടിക്കാവുന്നതാണ്. അതിനുശേഷം തല നേരെ കൊണ്ടുവന്ന് ഇടതുവശത്തെ സ്റ്റേർണോക്ലീഡോമാസ്റ്റോയിഡിന് നമ്മൾ ഇതുപോലെ സ്ട്രെച്ചിങ് കൊടുക്കുന്നു, വശത്തേക്ക് തിരിച്ച് താടി ഉയർത്തിപ്പിടിച്ചുകൊണ്ട്. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് സ്ട്രെച്ചിങ് കൊടുക്കാവുന്ന മസിലാണ് ട്രപ്പീസിയസ് മസിൽ. തോളിന്റെ മേൾഭാഗത്ത് വരുന്ന മസിലാണ്. കഴുത്തും തോളിനും ഇടയിലായിട്ട് വരുന്ന മസിലാണ്. ഒരുപാട് പേർക്ക് എപ്പോഴും വേദനയുണ്ടാവുന്ന ഒരു ഭാഗമാണ് ഈ ഒരു തോളിന്റെ മേൾഭാഗം. അപ്പോൾ അതിന് ഈ ട്രപ്പീസിയസ് സ്ട്രെച്ചിങ് ഒത്തിരി നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇടത്തെ ട്രപ്പീസിയസിന് ഇവിടെയുള്ള ഈ മസിലിന് സ്ട്രെച്ച് കിട്ടുന്നതിന് വേണ്ടി ഇടത് കൈ പിന്നിൽ കെട്ടി തല പതുക്കെ വലതുവശത്തേക്ക് ചരിക്കുന്നു, എതിർവശത്തേക്ക് നമ്മൾ ചരിക്കുന്നു. ഇവിടുത്തെ ഈ ഒരു മസിലിന് സ്ട്രെച്ചിങ് കിട്ടുന്ന രീതിയാണിത്.
അത് ഒരു 10 സെക്കൻഡ് ഹോൾഡ് ചെയ്തതിന് ശേഷം വിടുക. അത് നമുക്ക് ആവർത്തിക്കാം, 5 തവണയോ 10 തവണയോ ഒക്കെ ആവർത്തിക്കാം. അതുപോലെ തന്നെ വലതുവശത്തെ ട്രപ്പീസിയസ് മസിലിന് സ്ട്രെച്ച് കിട്ടുന്നതിനായിട്ട് വലത് കൈ പിന്നിൽ കെട്ടി കഴുത്ത് പയ്യെ സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം നമുക്ക് സ്ട്രെച്ച് കൊടുക്കാവുന്ന മൂന്നാമത്തെ മെയിൻ മസിൽ ഗ്രൂപ്പാണ് ലിവേറ്റർ സ്കാപ്പുല എന്നുള്ള മസില്. അതിനു വേണ്ടിയിട്ട് ഇപ്പൊ ഇടതുവശത്തെ ലിവേറ്റർ സ്കാപ്പുല, അത് നമ്മുടെ സ്കാപ്പുല അഥവാ തോൾ പലക എന്ന് പറയുന്ന അസ്ഥിക്ക് മുകളിലായിട്ടുള്ള മസിൽ ഗ്രൂപ്പാണത്. ആ മസിലിന് സ്ട്രെച്ചിങ് കൊടുക്കുന്നതിനായി ഇതുപോലെ തന്നെ കൈ പിന്നിൽ കെട്ടി തല മുന്നിലേക്ക് എന്നുള്ള രീതിയിൽ, വലത്തോട്ടും മുന്നിലേക്കും എന്നുള്ള ഒരു രീതിയിലായിട്ട് ചരിക്കുന്നു. വലത്തെ ആക്സിലയുടെ ഡയറക്ഷനിലേക്ക് ചരിച്ചു പിടിക്കുന്നു. അപ്പോഴാണ് ഈ ട്രപ്പീസസിന്റെ ഒരു പിൻഭാഗത്തായിട്ടാണ് ആ ഒരു മസില് മെയിൻലി ആ ഒരു സ്ട്രെച്ച് നമുക്ക് കൂടുതലായിട്ട് ലഭിക്കേണ്ടത്. അതുപോലെ വലതുവശത്തെ ലിവേറ്റർ സ്കാപ്പിലേക്ക് വലത് കൈ പിന്നിൽ കെട്ടി ഇടത്തെ കൈ കൊണ്ട് കഴുത്തിന് ഒരു സ്ട്രെച്ച് കൊടുക്കുന്നു. ഈ സ്ട്രെച്ചിങ് രീതികളെല്ലാം നമുക്ക് ഇടയ്ക്കിടയ്ക്ക്, പ്രത്യേകിച്ച് കാലത്ത് ഉണർന്ന് എഴുന്നേറ്റാൽ നമുക്ക് ചെയ്യാം. ഒരു കണ്ടിന്യൂസ് ആയിട്ട് നമ്മളൊരു ഡെസ്ക്ടോപ്പ് ജോലിയിലേക്ക് കടക്കാൻ പോകുന്നതിന് മുൻപ് ചെയ്യാം. ഓരോ അരമണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂറോ ഒക്കെ കൂടുമ്പോൾ ഇടയിലിടയിൽ ചെയ്യാം. രാത്രി കിടക്കുന്നതിന് മുൻപും ഈ ഒരു സ്ട്രെച്ചസ് ഒക്കെ ചെയ്തിട്ട് കിടക്കുന്നത് ധാരാളം ബ്ലഡ് സപ്ലൈ വർദ്ധിപ്പിക്കാനും നല്ലൊരു റിലാക്സേഷൻ നമുക്ക് മസിൽസിന് കിട്ടാനും സഹായിക്കുന്ന എക്സസൈസ് രീതികളാണിത്. കഴുത്തുവേദനയുടെ വ്യായാമ രീതികളോട് ചേർന്ന് തന്നെ ചെയ്യാവുന്നതാണ് ഷോൾഡർ മൂവ്മെന്റ്സിന്റെ എക്സർസൈസുകൾ. ഷോൾഡറിന്റെ പ്രത്യേകമായിട്ട് ഷോൾഡർ ഷ്രഗിംഗ് എന്ന് പറയുന്ന ഈ ഒരു എക്സസൈസ് രീതി, പ്രത്യേകിച്ച് തോളും ഈ പറയുന്ന സ്കാപ്പുല അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒത്തിരി രക്തയോട്ടമൊക്കെ വർദ്ധിപ്പിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നതാണ് ഷോൾഡർ ഷ്രഗിംഗ്. ഇടയിൽ ചെയ്യാവുന്ന ഒരു എക്സർസൈസ് രീതിയാണിത്. തോൾ പലകയുടെ പ്രൊട്രാക്ഷൻ എന്ന് പറയുന്ന മുന്നോട്ട് എടുക്കുന്ന ഈ ഒരു മൂവ്മെന്റ് നമ്മളെ ഈ പറയുന്ന ഷോൾഡറിന്റെ രക്തയോട്ടം വർദ്ധിപ്പിക്കാനായിട്ട്, അതിന്റെ വേദന കുറയ്ക്കാനൊക്കെ ആയിട്ട് സഹായിക്കും. അതുപോലെ തന്നെ തോൾപ്പലക പിന്നോട്ടെടുക്കുന്ന ഷോൾഡർ റിട്രാക്ഷൻ നമ്മളെ ഈ ഒരു ഷോൾഡറിന്റെ സ്റ്റിഫ്നെസ്സും കഴുത്തിന്റെ വേദനയും കുറയാനായിട്ട് സഹായിക്കും. അടുത്തതായിട്ട് ഈ ഒരു ഷോൾഡർ തോളിനോട് ചേർന്നിട്ടുള്ള അപ്പർ ബാക്ക് മസിൽസിന്റെ സ്ട്രെച്ചിങ് എക്സർസൈസ് ആണ്. ഈ ഒരു രീതിയിൽ നമ്മൾ സ്ട്രെച്ച് കൊടുക്കുമ്പോൾ ഇവിടെയുള്ള ഡെൽറ്റോയിഡ് എന്ന മസിലിന്റെ ഫൈബേഴ്സും അതുപോലെ തന്നെ റോംബോയിഡ്സ്, നമ്മുടെ പുറത്തെ മുകൾ ഭാഗത്തെ അപ്പർ ബാക്ക് എന്ന് പറയുന്ന ഏരിയയിലെ മസിൽസിന്റെ സ്ട്രെച്ചുമാണ് കിട്ടുന്നത്. അല്പം നമ്മുടെ ട്രങ്ക് ബോഡി കുറച്ചങ്ങ് തിരിഞ്ഞിട്ട് വേണം ആ ഒരു സ്ട്രെച്ചിങ് വരാനായിട്ട്. അപ്പോൾ തോളിന്റെയും ഈ ഒരു അപ്പർ ബാക്ക് മസിലിന്റെയും സ്ട്രെച്ചാണ് കിട്ടുന്നത്. വളരെ എഫക്റ്റീവായിട്ട് മസിൽസിന് സ്ട്രെച്ച് കൊടുക്കാവുന്ന ഒരു എക്സർസൈസ് രീതിയാണിത്. നടുവേദനയായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നടുവിന്റെ ശക്തീകരണം, സ്ട്രെങ്തനിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് സമയം ഇരുന്ന് പഠിക്കുന്നു, കുറച്ച് സമയം ഡെസ്ക്ടോപ്പ് ജോലികൾ ചെയ്യുന്നു, അപ്പോഴേക്കും തന്നെ നമുക്ക് നടുവിന് ശക്തമായ വേദന വരുന്നു. നടുവിനെ ശക്തിപ്പെടുത്തേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പോൾ നമ്മളുടെ നടുവിനെ ശക്തിപ്പെടുത്തേണ്ട എക്സർസൈസ് രീതികൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് ആവർത്തിച്ച് ചെയ്യാവുന്ന കുറച്ച് എക്സർസൈസ് രീതികൾ പരിചയപ്പെടാം. നമ്മുടെ നടുവിനെ പ്രധാനമായിട്ടും അപ്പർ ബാക്ക്, മിഡ് ബാക്ക്, ലോ ബാക്ക് എന്നുള്ള ഒരു രീതിയിൽ നമ്മൾ തിരിച്ചാല് അപ്പർ ബാക്ക് മസിലുകളെ ശക്തിപ്പെടുത്താനായിട്ട് നമുക്ക് ചെയ്യാവുന്നത് കമിഴ്ന്ന് ഇതുപോലെ ഈ ഒരു പോസ്റ്ററിൽ കിടന്നിട്ട് നമ്മൾ തല സാവകാശം ഉയർത്തുന്നു. എന്നിട്ട് ഒരു 5 സെക്കൻഡോ 10 സെക്കൻഡോ ഈ രീതിയിൽ ഹോൾഡ് ചെയ്യുന്നു. മനസ്സിലുണ്ടെന്നു വിടുന്നു, തിരിച്ച് ആ പൊസിഷനിലേക്ക് വരുന്നു. ഇത് നമുക്ക് ആവർത്തിക്കാവുന്നതാണ്. 2-3 തവണയോ 5 തവണയോ ഒക്കെ ആവർത്തിച്ച് ചെയ്യാവുന്നതാണ്. അതിനുശേഷം പിന്നെ നമുക്ക് ചെയ്യാവുന്നത് നമ്മുടെ കൈ, ഒരു കൈ മുന്നിലേക്ക് കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ 2 കൈകൾ മുന്നിലേക്ക് കൊണ്ടുവരുന്നു. എന്നിട്ട് നമ്മൾ മുന്നിലേക്ക് നീട്ടി പിടിച്ചിട്ട് തല ഉയർത്താനായിട്ട് പരിശ്രമിക്കുന്നു. ആ രീതിയിൽ ഒരു 5 സെക്കൻഡ് ഹോൾഡ് ചെയ്യുന്നു, വിടുന്നു. ഇത് അപ്പർ ബാക്ക് മസിലുകൾ ശക്തിപ്പെടുത്തുന്ന രീതിയാണ്. അടുത്തതായിട്ട് ഈ ഒരു സെൻട്രൽ മസിൽസ്, അതായത് മിഡ് ബാക്ക് ഏരിയ മസിൽസിനെ ശക്തിപ്പെടുത്തുന്ന ഒരു മെത്തേഡാണ്. നമ്മൾ പൊതുവെ വളരെ കോമൺ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് കാറ്റ് ക്യാമൽ പൊസിഷനിൽ നിൽക്കുന്നു എന്ന് പറയുന്നത്. അതായത് നടുഭാഗം ഉയർത്തുന്നു നമ്മൾ. അപ്പോൾ ഇതൊരു ക്യാമൽ ലൈക്ക് പൊസിഷനാണ്. തല താഴ്ത്തി മസിൽസിനെ നമ്മൾ ശക്തിപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നു. ഒരു 5 സെക്കൻഡ് ഹോൾഡ് ചെയ്യുന്നു, വിടുന്നു. അതിനുശേഷം നടു താഴ്ത്തി കൊടുക്കുന്നു. അപ്പോൾ ഇതൊരു കാറ്റ് ലൈക്ക് പൊസിഷനാണ്.
തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്നു. മിഡ് ബാക്ക് മസിലുകളെ ശക്തിപ്പെടുത്തുന്ന ഒരു എക്സർസൈസ് രീതിയാണിത്. അടുത്തതായിട്ട് ലോ ബാക്ക് മസിലുകളെ ശക്തിപ്പെടുത്താനായിട്ട് നമ്മൾ ചെയ്യുന്നത് ഇതുപോലെ കമിഴ്ന്ന പ്രോൺ പൊസിഷനിൽ നമ്മൾ കിടന്നുകൊണ്ട് കാലുകള് പയ്യെ ഉയർത്താൻ ശ്രമിക്കുന്നു. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മുട്ട് സ്ട്രെയിറ്റ് ആണ് എന്ന് ഉറപ്പിക്കുക എന്നുള്ളതാണ്. വലത് കാല് അല്ലെങ്കിൽ ഇടത് കാല് ഇതുപോലെ ഉയർത്തി പിടിച്ചിട്ട് നമ്മൾ മനസ്സിലുണ്ടെന്നും ഒരു 5 സെക്കൻഡ് 10 സെക്കൻഡ് ഒക്കെ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് റിലാക്സ് ചെയ്യുന്നു. അതുപോലെ തന്നെ മറ്റേ കാലും ഉയർത്തിപ്പിടിക്കുന്നു. ലോ ബാക്ക് മസിലുകളെ ശക്തിപ്പെടുത്താനായിട്ട് ചെയ്യാവുന്ന വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സിമ്പിൾ എക്സർസൈസ് ടെക്നിക്കാണ് ഇത്. ഇപ്പോൾ നമ്മൾ ഈ ഒരു ബാക്ക് മസിൽ ശക്തിപ്പെടുത്തുന്ന എക്സർസൈസ് രീതികളെ കുറിച്ച് പറഞ്ഞു. ഇതെല്ലാം ഏറ്റവും ബേസിക് ആയിട്ടുള്ള എക്സർസൈസ് രീതികളാണ്. കുറച്ചുകൂടെ ശക്തിപ്പെട്ടു വരുന്നു എന്ന് വരുമ്പോൾ നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രോഗ്രസീവ് എക്സർസൈസ് രീതികളിലേക്ക് നമുക്ക് കടക്കാവുന്നതാണ്. അപ്പോൾ ഒരു ചികിത്സാ രീതി എന്നുള്ളതിനേക്കാളും കൂടുതലായിട്ട് നമ്മുടെ ലൈഫിന്റെ ഒരു ദിനചര്യയായിട്ട് റൊട്ടീനായിട്ട് മാറ്റേണ്ട കാര്യങ്ങളാണ് ഈ സ്ട്രെച്ചിങ് എക്സർസൈസ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും 5 ബെനിഫിറ്റ് ആണ് നമുക്ക് ഈ ഒരു സ്ട്രെച്ചസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നത്. ഒന്ന്, നമ്മളുടെ പെയിൻ റിലീവ് ആവുന്നു. ഒരു ചെറിയ മസിൽസിന്റെ പിടുത്തം കൊണ്ടുള്ള പെയിൻ ഒക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് പെയിൻ കുറയും. രണ്ടാമതായിട്ട് പോസ്ചർ, നമ്മുടെ കഴുത്തിന്റെ നടുവിന്റെ ഒക്കെ ആ ഒരു പോസ്ചർ കറക്ഷന് ഈ ഒരു സ്ട്രെച്ചിങ് എക്സസൈസ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ മസിൽസിന് ടൈറ്റ്നെസ് ഉണ്ടെങ്കിൽ ആ ടൈറ്റ്നെസ് മാറി നല്ല ഒരു ഫ്ലെക്സിബിലിറ്റി വരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതായത് ജോയിന്റിന്റെ റേഞ്ച് ഒക്കെ ഇംപ്രൂവ് ചെയ്ത് വരാൻ, നടുവിനും കഴുത്തിനും ഒക്കെ നല്ലൊരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവാനായിട്ട് ഈ ഒരു സ്ട്രെച്ചിങ് എക്സസൈസസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ തുടർച്ചയായിട്ട് ഇരിക്കുന്നു അല്ലെങ്കിൽ തുടർച്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നടുവിന് സ്ട്രെയിൻ വരാവുന്ന എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു, അതിനു മുൻപ് ഒരു വാമപ്പ് എന്നുള്ള രീതിയിൽ ഈ സ്ട്രെച്ചിങ് എക്സസൈസസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു എക്സസൈസസ് അതെങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ കണ്ടു. നിങ്ങൾക്കത് ഗുണകരമാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ.